കോതമംഗലത്താണ് കനത്ത കാറ്റിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു. 3 വീടിന്റെ മുകളിൽ മരം വീണും അപകടമുണ്ടായി. പൊന്നൂര് വെള്ളം കടലിലെ വെള്ളം നമുക്കായാലും വരാം. അനൂപ് ദാസുണ്ട് വിവരങ്ങളുമായി. അനൂപ്, ആർക്കെങ്കിലും പരിക്കുകളുണ്ടോ? ഇപ്പോൾ കാലാവസ്ഥ ഇത്തരം അവസ്ഥ ശമിച്ചിട്ടുണ്ടോ? പരിക്കേറ്റിട്ടില്ല. ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളില്ല. മഴയില്ല, കാറ്റ് നിന്നിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അതിശക്തമായ മഴയും കാറ്റും പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ മലയോര മേഖലകളിൽ ആഞ്ഞു വീശിയത്. ഇതിൽ കുറ്റിയാൻചാൽ സ്വദേശി ലിജോയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് പറന്നുപോയത്. അതിന് പുറമെ 3 വീടുകളുടെ മേൽക്കൂരയ്ക്ക് മുകളിലേക്ക് മരം വീണു. ഷിനാജ്, ഐപ്പ്, ബിനു എന്നിവരുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിനകത്ത് ആരുമില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി. പക്ഷേ മേൽക്കൂരയുടെ ഓരോ ഭാഗവും തകർന്നു പോയിട്ടുണ്ട്. അത് മാത്രവുമല്ല, റബ്ബർ ഉൾപ്പെടെയുള്ള വിളകൾക്കും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിള നശിച്ചിട്ടുണ്ട്, മരങ്ങൾ വീണു പോയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവിടെ തൃപ്പൂണിത്തുറ ജനറൽ ആശുപത്രിയുടെ മേൽക്കൂര ഒരു ഭാഗം കാറ്റിൽ പറന്നു, അത് തൂങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കോട്ടയത്തേക്ക് പോയാൽ കോട്ടയത്ത് ഉഴവൂർ ഭാഗത്ത് ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വൈദ്യുതി തൂൺ തകർന്നു വീഴുന്ന അവസ്ഥയുണ്ടായി. ഒരു മരം വൈദ്യുതി തൂണിലേക്ക് വീഴുകയും അത് പിന്നീട് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് വീഴുകയുമായിരുന്നു. അവിടെ 2 പേർക്കാണ് പരിക്കേറ്റത്, ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരനായി. ഇരുവരും ആശുപത്രിയിലാണ്. അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്.